ബീഹാറിൽ സീറ്റ് തർക്കത്തെ ചൊല്ലി കോൺഗ്രസ് അധ്യക്ഷനെ കയ്യേറ്റം ചെയ്ത പ്രവർത്തകർ. ബീഹാർ കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് റാമിനെയാണ് പ്രവർത്തകർ കൂട്ടത്തോടെ കയ്യേറ്റം ചെയ്തത്. അർഹരായവർക്ക് സീറ്റ് നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു കയ്യേറ്റം. ഡൽഹിയിൽ ചർച്ചകൾക്ക് ശേഷം പട്ന വിമാനത്താവളത്തിൽ മടങ്ങിയെത്തിയപ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത്. രാജേഷ് റാമിനൊപ്പം ഉണ്ടായിരുന്ന ബീഹാർ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് ഷക്കീൽ അഹമ്മദ് ഖാനെയും കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഇവർക്ക് ഒരു സീറ്റ് തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതുവരെയും ആരൊക്കെയാണ് കാൻഡിഡേറ്റ്സ് എന്ന കാര്യത്തിൽ ഒന്നും തന്നെ വ്യക്തതയില്ല. അതേസമയം തന്നെ NDA സീറ്റിന്റെ കാര്യത്തിലെല്ലാം തന്നെ ഒരു തീരുമാനമാക്കി കഴിഞ്ഞു. ബഹുദൂരം മുന്നിലാണ്. ഇപ്പോഴും ബീഹാറിൽ കോൺഗ്രസിൽ അടിയോടടി എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അവർ പരസ്പരം കയ്യേറ്റവും തുടങ്ങി. എന്താണ് ഇന്ന് സംഭവിച്ചത് നന്ദൻ? രാഖി, ഇന്നലെ സീറ്റുമായി ബന്ധപ്പെട്ട് സീറ്റ് വിഭജന ചർച്ചകൾക്കും അതേപോലെ തന്നെ മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതും അതേപോലെ തന്നെ സ്ഥാനാർത്ഥികൾക്ക് ടിക്കറ്റ് നൽകുന്നതൊക്കെയായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് ന്യൂഡൽഹിയിൽ വന്നതാണ് പ്രധാനമായും ഈ കോൺഗ്രസ് അധ്യക്ഷൻ എന്നുള്ളത്. അയാൾ അതിനുശേഷം പട്നയിലെത്തിയപ്പോൾ ഇയാളെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു പ്രധാനമായും. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെയും കയ്യേറ്റം ചെയ്യുന്നുണ്ടായി. രാജേഷ് റാമിന് ഇതിൽ ചെറിയ രീതിയിലുള്ള പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. രാജേഷ് റാമിന് മാത്രമല്ല, കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനും ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ പ്രാഥമിക ചികിത്സ നേടി എന്നുള്ളതാണ് ലഭ്യമാകുന്നത്. ഷക്കീൽ അഹമ്മദ് ഖാനാണ്, അതായത് ഈ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായ ഷക്കീൽ അഹമ്മദ് ഖാനാണ് പരിക്കേറ്റുള്ളത്. രാജേഷ് റാമിനൊപ്പം ഇയാൾ ഡൽഹിയിൽ പോയിട്ട് പട്ന വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് കൂട്ടത്തോടെ ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചെത്തി തങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവർക്കും കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രവർത്തകർക്കും സീറ്റ് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ബീഹാറിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം AICC ആസ്ഥാനത്തിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അർഹരെ പരിഗണിക്കുന്നില്ല, അനർഹരെയാണ് ഉൾപ്പെടുത്തുന്നത് കോൺഗ്രസ് സീറ്റ് നൽകുന്നത്, ഇതിൽ കൃത്യമായ വലിയ രീതിയിലുള്ള സാമ്പത്തിക അഴിമതികൾ നടന്നിട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ AICC ആസ്ഥാനത്തിന് മുന്നിൽ ബീഹാറിൽ നിന്നുമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വലിയ പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കോൺഗ്രസിനുള്ളിൽ പാളയത്തിൽ പട നിൽക്കുമ്പോഴാണ് RJDയും കോൺഗ്രസും തമ്മിലുള്ള ചർച്ചകൾ, സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്നത്. അതും എവിടെയും എത്തി നിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും തുടർ ചർച്ചകളും മറ്റും നടക്കുന്നു. തേജസ്വി യാദവ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി ഏതാണ്ട് 1.5 മണിക്കൂറിലധികം രാഹുലും അതേപോലെ തന്നെ പ്രിയങ്കയും KC വേണുഗോപാലുമായി ഒക്കെ തന്നെ ചർച്ച നടത്തിയിട്ടുണ്ടായി. ഇന്നലെ രാവിലെ KC വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൂചിപ്പിച്ചത് ഇന്നലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് സീറ്റ് വിഭജനം പൂർത്തിയാക്കിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ളതായിരുന്നു. എന്നാൽ പറഞ്ഞ് അത് ഏതാണ്ട് 24 മണിക്കൂർ പിന്നിട്ടു. ഇതുവരെയായിട്ടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാൻ വേണ്ടി കോൺഗ്രസിനോ RJDക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു സമവായത്തിലേക്ക് എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാളെ 17-ാം തീയതി ഈ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 121 മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക നൽകുവാനുള്ള അവസാന തീയതിയാണ്. ഈ അവസാന തീയതി എത്തി നിൽക്കുമ്പോഴും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ RJD, കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുന്നില്ല. ഇടതുപക്ഷ കക്ഷികളും വലിയ ശക്തമായ പ്രതിഷേധം ഉയർത്തി നിൽക്കുകയാണ്. CPML വളരെ നിർണായകമാണ്. ബീഹാറിൽ CPML ആവശ്യപ്പെടുന്നത് അവർക്ക് 40 സീറ്റാണ്. 16 സീറ്റ് അവർക്ക് നൽകാമെന്നുള്ളൊരു ധാരണ എത്തിയിട്ടുണ്ട്. എന്നാൽ അത് വളരെ കുറവാണ് എന്നുള്ള അഭിപ്രായത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഒപ്പം തന്നെ CPMന് 4 സീറ്റുകൾ, അതിൽ 3 പേരെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവിടെയും ചില കൺഫ്യൂഷനുകൾ നിൽക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ ഇടത് പാർട്ടികളുമായി കൂടി തർക്കം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ളത്. ഇതിന് പുറമെയാണ് പാളയത്തിൽ പട എന്ന രീതിയിൽ കോൺഗ്രസിനുള്ളിൽ ഈ സീറ്റ്, സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ടിക്കറ്റ് മോഹവുമായി കൂടുതൽ നേതാക്കൾ എത്തുകയും ഇതിൽ അഴിമതി ആരോപണം വരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യവും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷനെ കയ്യേറ്റം ചെയ്തിരിക്കുകയാണ് പ്രവർത്തകർ. ബീഹാർ കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് റാമിനെയാണ് പ്രവർത്തകർ കൂട്ടത്തോടെ കയ്യേറ്റം ചെയ്തത്. വിമാനത്താവളത്തിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. ഡൽഹിയിൽ ചർച്ചകൾക്ക് ശേഷം പട്ന വിമാനത്താവളത്തിൽ മടങ്ങിയെത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.